നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാനില്ലെന്നും ഇത് ഡോക്ടർ ഹാരിസിന്റെ ഡിപ്പാർട്ട്മെന്റാണെന്നും മന്ത്രി. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണമെന്നും വീണ ജോർജ്. വാടനാകുറിശ്ശിയിൽ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണം മണിക്കൂറുകളോളം താറുമാറായി. ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ കൂട്ടത്തോടെ എത്തിയതോടെ പ്രദേശം ഗതാഗത കുരുക്കിലമർന്നു. ക്രമീകരണം നിയന്ത്രിക്കാൻ ആളില്ലാത്തതിനാൽ വാഹനങ്ങൾ തോന്നിയ പോലെ കടന്നുപോയി. പ്രശ്നം പരിഹരിച്ചത് ഷൊർണൂർ പോലീസ് എത്തി. രാവിലെയും വൈകിട്ടും ഗതാഗത ക്രമീകരണം നിയന്ത്രിക്കാൻ ഡ്യൂട്ടിക്ക് പോലീസിനെ ഏർപ്പെടുത്തണമെന്ന യാത്രക്കാർ. തൃശൂർ മലക്കപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ച സംഭവം. കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുതുകിൽ പുലിയുടെ ആഴത്തിലുള്ള കടിയേറ്റതായി കണ്ടെത്തി. തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടോ എന്ന് വിദഗ്ധ പരിശോധന. പ്രദേശത്തെ പുലിയുടെ സാന്നിധ്യം പതിവാണെന്ന് കുട്ടിയുടെ പിതാവ്. വാർത്തകൾ വിശദമായി. ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോപണം. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാനില്ലെന്നും ഇത് ഡോക്ടർ ഹാരിസിന്റെ ഡിപ്പാർട്ട്മെന്റാണെന്നും മന്ത്രി പറഞ്ഞു. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണമെന്നും മന്ത്രി വീണ ജോർജ് തൃശ്ശൂരിൽ പറഞ്ഞു. ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കുന്ന പുതിയ ആരോപണവുമായാണ് സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായ കാര്യം കണ്ടെത്തിയത് ഉപസമിതിയെന്ന് മന്ത്രി. തിരുവനന്തപുരം MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളാണ് കാണാതായത്. ഉപകരണങ്ങൾ കാണാതായതിനെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണം നടത്തും. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം. ഡോക്ടർ ഹാരിസിന്റെ ചുമതലയിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഉപകരണങ്ങൾ കാണാതായതെന്ന് ആരോഗ്യമന്ത്രി. നേരത്തെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഉപസമിതിയുടെ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണല്ലോ. അങ്ങനെയൊന്നും ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. അല്ല അങ്ങനെയല്ലല്ലോ. ഇത് മാധ്യമങ്ങൾ ദയവായിട്ട് സത്യം പറയണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മാധ്യമങ്ങൾ ദയവായിട്ട് ചില മാധ്യമങ്ങളെങ്കിലും അതില് സത്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സമിതി നമ്മൾ സമിതി വെക്കില്ലല്ലോ. ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ട്, അത് ആരുടെയാണ്? സൂപ്രണ്ടിന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചൊരു കമ്മിറ്റിയെ വെക്കില്ലല്ലോ. അപ്പൊ ഇതെന്തുകൊണ്ടാണ് വന്നത്? ഈ സർക്കാരിന്റെ കാലത്തല്ല പർച്ചേസിംഗ് കപ്പാസിറ്റി കുറച്ചത്. എന്തുകൊണ്ടാണ് കൂട്ടേണ്ട സാഹചര്യം ഉണ്ടായത്? അത്രയും അധികം ആളുകൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഡിപ്പാർട്ട്മെന്റിൽ എത്തുകയും അവരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് തുടർന്ന് പോന്നാൽ മതിയായിരുന്നു. അതിലെന്താ അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്ന് ഞാൻ കമന്റ് ചെയ്തില്ല. ഈ ചെയ്തത് നടന്നത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടിയാണ്. ഡിപ്പാർട്ട്മെന്റ് നടപടിയാണ്. അത് റൊട്ടീനായിട്ടുള്ള നടപടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടനാകുറിശ്ശിയിൽ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണം മണിക്കൂറുകളോളം താറുമാറായി. ഇരുവശങ്ങളിൽ നിന്നും കൂട്ടത്തോടെ വാഹനങ്ങൾ എത്തിയതോടെ രാവിലെ ഗതാഗത കുരുക്കിലമർന്നായിരുന്നു വാടനാകുറിശ്ശി പ്രദേശം. പിന്നീട് പോലീസ് എത്തി പ്രശ്നം പരിഹരിച്ചു. രാവിലെയും വൈകിട്ട് ഗതാഗത ക്രമീകരണം നിയന്ത്രിക്കാൻ ഡ്യൂട്ടിക്കായി പോലീസിനെ ഏർപ്പെടുത്തണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. വാടനാകുറിശ്ശിയിൽ വീണ്ടും യാത്രക്കാർ ദുരിതത്തിലായി. വെള്ളിയാഴ്ച രാവിലെ സർവീസ് പാതയിലെ കാഴ്ചകളാണിത്. ഷൊർണൂർ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണം രാവിലെ മണിക്കൂറുകളോളം താറുമാറായി. ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ കൂട്ടത്തോടെ എത്തിയതോടെയാണിത്. ഗതാഗതം നിയന്ത്രിക്കാൻ രാവിലെ ആരെയും നിയോഗിച്ചിരുന്നില്ല. ഇതോടെ തോന്നിയ പോലെ വാഹനങ്ങൾ ഇരുവശങ്ങളിൽ നിന്നും എത്തിയതിനാൽ വാടനാകുറിശ്ശി പ്രദേശം ഗതാഗത കുരുക്കിലമർന്നു. വിദ്യാർത്ഥികളും ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി ആളുകൾ കുരുക്കിലകപ്പെട്ടു. പലരും കാൽനടയാത്രയായും പോകുന്നുണ്ട്. ഒടുവിൽ പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ഓഗസ്റ്റ് 1 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കുളപ്പള്ളി ഭാഗത്തുനിന്നും പട്ടാമ്പിയിലേക്ക് മാത്രം ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നു പോയാൽ മതിയെന്ന പോലീസ് തീരുമാനമാണ് യാത്രക്കാരെ വലച്ചത്. ഇത്തരത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തുമ്പോൾ രാവിലെയും വൈകിട്ടും ഡ്യൂട്ടിക്കായി പോലീസിനെ നിയോഗിക്കണമെന്നും അല്ലാത്തപക്ഷം ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുമെന്നും യാത്രക്കാർ പറയുന്നു. അത് ശ്രദ്ധിക്കാൻ 2 ഭാഗത്ത് ആളെ നിർത്തിയാലല്ലേ ഈ ബ്ലോക്ക് തീരുള്ളൂ. ഓരോആൾക്കാർ ഓരോ ടൈം കണക്കാക്കിയിട്ടാണ് ജോലിക്കും കാര്യങ്ങൾക്ക് ഇറങ്ങുക. ഒരേ സമയം ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയില്ല.
പോലീസിൻ്റെ അറിയിപ്പിൽ ബസ്സുകൾക്കും സർവീസ് നടത്താൻ അനുമതി ഉണ്ടായിരുന്നുവെങ്കിലും ആരും പാതയിലൂടെ സർവീസ് നടത്തിയില്ല. ഇത് ഗുണകരമല്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. പട്ടാമ്പി ഭാഗത്തു നിന്നുമുള്ള വാഹനങ്ങൾ വല്ലപ്പുഴ, മാമ്പറ്റപ്പടി, കൈലാട് റോഡ് വഴി കുളപ്പുള്ളി ഭാഗത്തേക്ക് നിലവിലെ സ്ഥിതിയിൽ വഴി തിരിച്ച് പോകേണ്ടതാണെന്നും പോലീസ് അറിയിപ്പിൽ പറയുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ മലക്കപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ച സംഭവം കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുതുകിൽ പുലിയുടെ ആഴത്തിലുള്ള കടിയേറ്റതായി കണ്ടെത്തി. തലച്ചോറിന് ക്ഷതം ഏറ്റിട്ടുണ്ടോ എന്നത് പരിശോധിക്കും. പ്രദേശത്തെ പുലിയുടെ സാന്നിധ്യം പതിവെന്ന് കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. മുതുകിൽ പുലിയുടെ ആഴത്തിലുള്ള കടിയേറ്റതായി കണ്ടെത്തിയിട്ടുണ്ട്. തലച്ചോറിന് ക്ഷതം ഏറ്റിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കും. പുലർച്ചെ 2 മണിയോടെയാണ് കുടിലിനുള്ളിൽ കയറി 4 വയസ്സുകാരനെ വലിച്ചുകൊണ്ടുപോകാൻ പുലി ശ്രമിച്ചത്. മാതാപിതാക്കൾ ബഹളം വച്ചതോടെ പുലി ഓടിമറയുകയായിരുന്നു. അത് എന്തുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലി ഇങ്ങനെ സ്ഥിരം നടക്കണ്ടായിരുന്നു അതിലൂടെ. അപ്പം ഒരു ദിവസം ഇന്നലെ രാത്രി ഇത് കയറി വന്നു. രാത്രി കയറി വന്നു കഴിഞ്ഞിട്ട് ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. ഞാൻ എണീറ്റു, പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അവനെ തോന്നി കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്, പിന്നെ ഇവിടെ ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറിവ്. പിന്നെ ഞങ്ങൾക്ക് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആധാർ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, റേഷൻ കാർഡില്ല, ഇതൊക്കെ സ്വന്തമായിട്ട് വീട് പോലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ തലവച്ചോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കല്ലിനിമേട്, വീരം കോളനി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് SDPI ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധ പ്രകടനം നടത്തി. മൈൽവാനം ബസ് സ്റ്റോപ്പിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഷൊർണൂർ ടൗണിൽ സമാപിച്ചു. മുനിസിപ്പൽ പ്രസിഡന്റ് TM മുസ്തഫ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ്, മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി യാസിർ മാട്ടുമ്മൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അന്തർദേശീയ കൂടിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ സംഘടിപ്പിച്ച കൂടിയാട്ട മഹോത്സവം തുടരുന്നു. ജൂലൈ 31-ന് ലോക കൂടിയാട്ട ദിനമായി പ്രഖ്യാപിക്കാനുള്ള രേഖ കൈമാറാനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായി വൈസ് ചാൻസലർ ഡോക്ടർ B ആനന്ദകൃഷ്ണൻ പറഞ്ഞു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ കൂടിയാട്ട വിഭാഗം 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അന്തർദേശീയ കൂടിയാട്ട മഹോത്സവം 3ാം ദിവസം പിന്നിട്ടു. ജൂലൈ 31 ലോക കൂടിയാട്ട ദിനമായി പ്രഖ്യാപിക്കാനുള്ള രേഖ അന്തർദേശീയ കൂടിയാട്ട മഹോത്സവത്തിൽ കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വച്ച് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B ആനന്ദകൃഷ്ണൻ പ്രഖ്യാപിച്ചു. ഇതിനായി തയ്യാറാക്കിയ രേഖകൾ കൈമാറാനുള്ള നടപടി ആരംഭിച്ചു. രാവിലെ സോപാന സംഗീതം, മിഴാവിൽ തായമ്പക, സെമിനാർ എന്നിവയ്ക്ക് ശേഷം പൈങ്കുളം രാമചക്യാർ സ്മൃതി സമ്മേളനം നടന്നു. സുധാ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലയാളം, സംസ്കൃതം എന്നീ 3 ഭാഷകളുടെ സങ്കരത്തോടു കൂടിയും കുലശേഖരൻ എന്ന മഹാകവിയുടെ രണ്ട് കോൺട്രിബ്യൂഷനുകൾ, അതായത് സുഭദ്രാധനജയം, തപതി സമ്മേളനം എന്നിവ ഇപ്പോൾ ഇന്ന് ഡോക്ടർ വേണുഗോപാലൻ പറഞ്ഞ പോലെ മച്ച് മോർ ദാൻ ദാറ്റ്. ഐ തിങ്ക് ഇറ്റ് വാസ് ശക്തിഭദ്രാസ് ആശ്ചര്യ ചൂടാമണി ദാറ്റ് ചേഞ്ച് ദ സീൻ ഓഫ് കൂടിയാട്ടം. പുതിയ സങ്കേതങ്ങൾ, അതായത് പകർന്നാട്ടം, മനോധർമ്മം, ഇങ്ങനെയുള്ള നിർവഹണം, റിച്വൽസ്, പല റിച്വൽസ്, ഇതിൻ്റെ എല്ലാം സങ്കലനം കൊണ്ട് കൂടിയാട്ടം കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ആട്ടപ്രകാരങ്ങൾ, ക്രമദീപികൾ ഇതിലൂടെ കൂടുതൽ പോഷിക്കുകയും പിന്നെ അവസാനം പടർന്നു പന്തലിച്ച് നരാങ്കുശകാരൻ അതിനെ വിമർശിക്കുന്ന ലെവൽ വരെ എത്തിയിട്ട് അത്രയും ഉന്നതമായ ഒരു സ്ഥാനം ഒരു കാലത്ത് കൂടിയാട്ടം കൈവരിച്ചിരുന്നു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷനായി. കലാമണ്ഡലം കനകകുമാർ സംസാരിച്ചു. ലോക കൂടിയാട്ട ദിന പ്രഖ്യാപനം കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, G വേണു, KG പൗലോസ്, കലാമണ്ഡലം രാമചാക്യാർ, ഡോക്ടർ P വേണുഗോപാൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു.
തുടർന്ന് ആദരണം, സ്മൃതി പ്രഭാഷണം, പാർവതി വിരഹം കൂടിയാട്ടം, മന്ത്രാംഗം കൂത്ത് എന്നിവ അരങ്ങേറി. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൂടിയാട്ടം കുലപതി പത്മശ്രീ ശിവൻ നമ്പൂതിരി 60 വർഷത്തെ ദൗത്യത്തിന് ശേഷം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിച്ച കൂടിയാട്ടത്തോടെ അരങ്ങൊഴിയുന്നു. ചാക്യാർ സമുദായത്തിൽ പെടാത്ത ആദ്യ കൂടിയാട്ട കലാകാരൻ കൂടിയാണ് കലാമണ്ഡലം ശിവൻ നമ്പൂതിരി. ഇനിയുള്ള ദിവസങ്ങൾ സ്വസ്ഥമായുള്ള ഗൃഹഭരണം. ഗുരു പൈങ്കുളം രാമചാക്യാരുടെ ഓർമ്മദിനമായ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന അവതരണത്തോടെ ശിവൻ നമ്പൂതിരി അവതരണങ്ങളോട് വിട പറഞ്ഞു. പൈതൃക കലയായ കൂടിയാട്ടത്തിന്റെ പതാകവാഹകനായ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി തന്റെ 75ാമത്തെ വയസ്സിലും കൂടിയാട്ടം ആരംഭിച്ചതിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂടിയാണ് അവതരണം നടത്തിയത്. വൈകിട്ട് 6-ന് തോരണയുദ്ധത്തിലെ രാവണന്റെ പാർവതി വിരഹം അവതരിപ്പിച്ചാണ് കൂടിയാട്ടത്തിന്റെ ആചാര്യൻ അരങ്ങൊഴിഞ്ഞത്. ചാക്യാർ സമുദായത്തിൽപ്പെടാത്ത ആളുകൂടിയായ ശിവൻ നമ്പൂതിരി കലാമണ്ഡലത്തിലെ ആദ്യ കൂടിയാട്ട ബാച്ചിലെ 2 വിദ്യാർത്ഥികളിൽ ഒരാളാണ്. പൈങ്കുളം രാമചാക്യാർ ആശാനു കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നു പഠനം. ചേലക്കരയ്ക്കടുത്തുള്ള വെങ്ങാനല്ലൂർ ശിവക്ഷേത്രത്തിൽ ശൂർപ്പണാംഗം കൂടിയാട്ടത്തിൽ ശ്രീരാമനായാണ് അരങ്ങു ജീവിതത്തിന്റെ തുടക്കം. രാജ്യത്തിനകത്തും പുറത്തുമായി ഒട്ടേറെ വേദികൾ. സ്കൂൾ പഠനത്തിനിടെ കഥകളി കത്തിവേഷമായ തോരണയുദ്ധത്തിലെ രാവണൻ, ചുവന്ന താടി വേഷമായ ബാലി എന്നിവ പഠിക്കണമെന്നായിരുന്നു ശിവൻ നമ്പൂതിരിയുടെ മോഹം. കലാമണ്ഡലത്തിൽ ചെന്നപ്പോഴേക്കും പ്രവേശനം കഴിഞ്ഞിരുന്നു. തിരികെ പോരാനൊരുങ്ങുന്നതിനിടെയാണ് രാമചാക്യാർ ആശാനെ കണ്ടത്. ആ കൂടിക്കാഴ്ച ജീവിതത്തിന്റെ വഴി തിരിച്ചുവിട്ടു. 1968 മുതൽ കലാമണ്ഡലം കൂടിയാട്ട സംഘത്തിൽ അംഗമായി. 75-ൽ കലാമണ്ഡലത്തിൽ കൂടിയാട്ടം അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ഇതിനിടെ നിരവധി പുരസ്കാരങ്ങൾ. 2012-ൽ പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്രം ഈ കലാകാരനെ ആദരിച്ചു. ഷൊർണൂരിനടുത്ത് കണയം അമ്മൻകോട്ട് മനയ്ക്കൽ പരേതനായ മാധവൻ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിന്റെയും മകനാണ്. ഭാര്യ ഇന്ദിര കാക്കയൂർ DMSB സ്കൂളിൽ സംസ്കൃതം അധ്യാപികയായിരുന്നു. മക്കൾ മനു, മഞ്ജു, മരുമക്കൾ ഹിമ, ശങ്കരൻ നമ്പൂതിരി, പേരക്കുട്ടികളായ രക്ഷിത്, സഞ്ജയ്, സഞ്ജീവ് എന്നിവരടങ്ങുന്നതാണ് കുടുംബം. കലാമണ്ഡലം രാമോഹൻ, കലാമണ്ഡലം MPS നമ്പൂതിരി, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ, ചുട്ടി കലാകാരൻ കലാമണ്ഡലം സുകുമാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി അവതരണങ്ങൾക്ക് ഇല്ലെങ്കിലും കൂടിയാട്ടം എന്ന മഹത്തായ കലാരൂപത്തിന്റെ പഠനങ്ങൾക്കും സോദാഹരണ പ്രഭാഷണങ്ങൾക്കും സമയം നീക്കിവെക്കുമെന്ന് കലാമണ്ഡലം ശിവൻ നമ്പൂതിരി പറഞ്ഞു. വേഷം അഴിച്ചു വെക്കുക, അത്രയും. അല്ലാതെ കലാരംഗത്തുനിന്ന് വിടവാങ്ങുന്നില്ല. കുട്ടികളെ ഈ പഠിപ്പിക്കുകയും ചെയ്യും, പിന്നെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. കാരണം ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകളുണ്ട്. അപ്പം അത് കാരണം ഞാനൊരു വലിയൊരു ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഇത്, പിന്നെ നല്ലൊരു സമയമാണ് ഇത്. കേരള കലാമണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ 60ാമത്തെ വർഷം, അതായത് ഷഷ്ടിപൂർത്തിയായി. അപ്പം നല്ലൊരു ഭംഗിയായ ഒരു സംഭവമാണ് അത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 45 വർഷം മുൻപ് ഉപജീവന മാർഗത്തിനായി തുടങ്ങിയ തട്ടുകട നിർത്തി കുഞ്ചുവേട്ടൻ പടിയിറങ്ങി. കേളശ്ശേരി കുരുക്കൻപടി 79 വയസ്സുകാരൻ 4-അംഗ കുടുംബം പോറ്റാനായി വെള്ളറോഡിൽ തള്ളുവണ്ടിയിൽ ചായക്കട തുടങ്ങിയത്. ഒരുപക്ഷെ വെള്ളറോഡിലെ ഏക ചായക്കടയും കുഞ്ചുവിൻ്റേതായിരുന്നു. വിദൂരങ്ങളിൽ നിന്ന് പോലും കുഞ്ചുവിൻ്റെ തട്ടുകടയിൽ ചായയ്ക്കായി ആളുകളെത്തിയിരുന്നു. ആദ്യകാലങ്ങളിൽ 1000 രൂപയ്ക്ക് വരെ കച്ചവടം നടന്നിരുന്നതായി കുഞ്ചു പറയുന്നു. പുലർച്ചെ 4 മണിക്ക് കേരളശ്ശേരിയിൽ നിന്നും 4 കിലോമീറ്റർ നടന്നാണ് വെള്ളറോഡ് എത്തി കട തുറക്കുക. 5 മണിക്ക് ചായ റെഡി. അതിനു മുൻപ് തന്നെ ചായയ്ക്കായി ആളുകളുടെ നീണ്ട ക്യൂ ഉണ്ടായിരിക്കും. ഭാഗ്യക്കുറി എടുക്കുന്ന ശീലക്കാരനായതിനാൽ 10 വർഷം മുൻപ് കുഞ്ചുവിനെ 1 കോടിയുടെ ഭാഗ്യം തേടിയെത്തിയെങ്കിലും ചായക്കടയിൽ നിന്നും കുഞ്ചു പിന്മാറാൻ തയ്യാറായില്ല. നീണ്ട വർഷത്തെ പരിചയം മൂലം നാട്ടുകാരും ഉദ്യോഗസ്ഥരുമായും ഒട്ടേറെ ബന്ധം സ്ഥാപിച്ചതോടെ കുഞ്ചുവേട്ടൻ മങ്കരക്കാരുടെ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു. എന്നാൽ മുക്കിലും മൂലയിലും നിരവധി തട്ടുകടകൾ എത്തിയതോടെ കുഞ്ചുവേട്ടന്റെ ചായക്കടയിലെ വരുമാനം കുറഞ്ഞു. ഇതിനിടെ 7 മാസം മുൻപ് പ്രിയതമ പാർവതിയുടെ മരണം കുഞ്ചുവേട്ടനെ വല്ലാതെ തളർത്തി. തുടർന്നാണ് എല്ലാമെല്ലാമായ തട്ടുകട നിർത്തി കുഞ്ചുവേട്ടൻ പടിയിറങ്ങാൻ തീരുമാനിച്ചത്. കുഞ്ചുവേട്ടനെ സ്നേഹിക്കുന്നവരും നാട്ടുകാരും ചേർന്ന് യാത്രയയപ്പം നൽകി.
പരിസ്ഥിതി പ്രവർത്തകൻ കെ റഹ്മാൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ശംസുദ്ദീൻ മാങ്കുർശി, എ വി രവി, എ എം സാദിഖ്, കെ സി ബാബു, കെ സി വേലായുധൻ, അഷറഫ് മങ്കര എന്നിവർ ചേർന്നാണ് കുഞ്ചുവിന് യാത്രയയപ്പ് നൽകിയത്. വളരെ വർഷങ്ങൾ മുമ്പ്, ഒരു 40 വർഷം മുമ്പൊക്കെ കുഞ്ഞൻ ചായക്കട മാത്രമായിരുന്നു. ഇന്ന് ഭാഗ്യം വെച്ച് വയ്യാകാനും ചായക്കട നിർത്തിയെന്ന് പറഞ്ഞു. അവരെ ആദരിക്കണമെന്ന് സംസദും ലക്ഷണവും മറ്റ് വെള്ളമെടുത്ത ആൾക്കാർ എല്ലാവരും കൂടെ അവരെ സന്മനസ്സായിട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിച്ചിട്ട് അതിലേക്കായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസ് മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്രദമായിരുന്നു ഒരു ചായ. പക്ഷേ ഇപ്പോൾ ആധുനിക രീതിയിലുള്ള എല്ലാ ഭാഗത്തും ചായക്കട വന്നിട്ട് അദ്ദേഹത്തിന് കച്ചവടമില്ലാണ്ടായി. മാത്രമല്ല വാർത്തകമായി ആവശ്യമുണ്ടായി. ഏകദേശം 3 കിലോമീറ്റർ നടന്നിട്ടാണ് അദ്ദേഹം കേരളശ്ശേരിയിൽ ഇവിടെ വന്നത്. 2 പെൺകുട്ടികളുള്ളത്, 2 പെൺകുട്ടികൾ വിവാഹം ചെയ്യുന്നുണ്ട്. ആൺകുട്ടികൾ നടത്തിയില്ല. ഒരുപാട് പ്രയാസത്തിലാണ് അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം 45 വർഷം ഇവിടെ വന്നതിലും ഈ നാട്ടുകാർക്ക് പരിചിതനായ അദ്ദേഹം യാത്രയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പരുത്തിപ്പുറ TMS-LP സ്കൂളിൽ ഔഷധക്കഞ്ഞിയും പത്തിലക്കറിയും തയ്യാറാക്കി കുട്ടികൾക്ക് നൽകി. നാട്ടറിവുകൾ പകർന്നുകൊണ്ട് ദശപുഷ്പ പ്രദർശനവും ഇവിടെ ഒരുക്കിയിരുന്നു. ഇതാണ് പൂവാങ്കുറുന്തില. കുരുന്നുകൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം പാകം ചെയ്യാൻ മാത്രമല്ല അവർക്ക് കുഞ്ഞറിവുകൾ നൽകാനും പ്രാപ്തരാണെന്ന് തെളിയിച്ചുകൊണ്ട് രാജി കുഞ്ഞുങ്ങളോടൊപ്പം ചേർന്ന് കർക്കിടക പെരുമയുണർത്തുന്ന അറിവുകൾ കുട്ടികൾക്കായി പങ്കുവച്ചു. എല്ലാ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളുടെ കയ്യിൽ പത്തിലകൾ കൊടുത്തയച്ച് തങ്ങളുടെ സജീവ സാന്നിധ്യവും പിന്തുണയും അറിയിച്ചിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക നജാത്ത് നേതൃത്വം നൽകി. മറ്റ് അധ്യാപകരും സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാനില്ലെന്നും ഇത് ഡോക്ടർ ഹാരിസിന്റെ ഡിപ്പാർട്ട്മെന്റാണെന്നും മന്ത്രി. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണമെന്നും വീണ ജോർജ്. വാടനാകുശിയിൽ പോലീസ് ഏർപ്പെടുത്തിയ ഗതാഗത ക്രമീകരണം മണിക്കൂറുകളോളം താറുമാറായി. ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ കൂട്ടത്തോടെ എത്തിയതോടെ പ്രദേശം ഗതാഗത കുരുക്കിലമർന്നു. ക്രമീകരണം നിയന്ത്രിക്കാൻ ആളില്ലാത്തതിനാൽ വാഹനങ്ങൾ തോന്നിയ പോലെ കടന്നുപോയി. പ്രശ്നം പരിഹരിച്ചത് ഷൊർണൂർ പോലീസ് എത്തി. രാവിലെയും വൈകിട്ടും ഗതാഗത ക്രമീകരണം നിയന്ത്രിക്കാൻ ഡ്യൂട്ടിക്ക് പോലീസിനെ ഏർപ്പെടുത്തണമെന്ന യാത്രക്കാർ. തൃശൂർ മലക്കപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ച സംഭവം. കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുതുകിൽ പുലിയുടെ ആഴത്തിലുള്ള കടിയേറ്റതായി കണ്ടെത്തി. തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടോ എന്ന് വിദഗ്ധ പരിശോധന. പ്രദേശത്തെ പുലിയുടെ സാന്നിധ്യം പതിവാണെന്ന് കുട്ടിയുടെ പിതാവ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.